ഇന്ന് ക്ലാസ്സിൽ ഞാനൊരു പൈത്തണിൽ ഒരു പ്രോഗ്രാം സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് വേണ്ടി എങ്ങനെയാണ് പൈത്തൺ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതണമെന്ന് പറഞ്ഞു തരാം. നമുക്ക് പൈത്തണിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഞാനിവിടെ കൊടുത്തു മൈ നെയിം ഈസ് ജീന, ഐ ആം എ ടീച്ചർ വിത്ത് ഓവർ 30 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഞാൻ പ്രിന്റ് കഴിഞ്ഞിട്ട്, പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതല്ല, പ്രിന്റ് ചെയ്യാൻ വേണ്ടി റൺ ചെയ്യാം. ഗുഡ് മോർണിംഗ് ജീന എന്നും കൂടി വന്നു. എനിക്കിപ്പം ഗുഡ് മോർണിംഗ് വേറെ ആരെങ്കിലും പേരാണെങ്കിൽ ഞാനിവിടെ പേര് ഗുഡ് മോർണിംഗ് സീന എന്നാണെങ്കിൽ നമുക്കവിടെ ഗുഡ് മോർണിംഗ് സീന എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിനെ നമുക്കൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് മാറ്റിയിടാം. ഇപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് സീന അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ജീന, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഗുഡ് മോർണിംഗിന് പകരം ഗുഡ് ആഫ്റ്റർനൂൺ ജീന എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഇവിടെ ജീന, സീന, മീന എന്ത് വേണമെങ്കിലും മാറി മാറി എഴുതണം, വേരി ചെയ്ത് എഴുതണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഞാൻ വേരിയബിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഗ്രീറ്റിംഗ്സ്, ഞാൻ അതിന് പേര് കൊടുക്കണം ഗ്രീറ്റ് എന്ന് പറഞ്ഞതിലേക്ക് ഞാനിപ്പോ ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്തു ഈ വേരിയബിൾ. അപ്പൊ ഇവിടെ ഗ്രീറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അതിനുശേഷം ഞാൻ കൊടുക്കുന്നു നെയിം എന്ന പേരുള്ള ഒരു വേരിയബിൾ, അതിലേക്ക് ഞാനൊരു വാല്യൂ കൊടുത്തു ജീന. ഇനി നമ്മൾ ഇതിന് പകരം ഇങ്ങനെ, ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഞാൻ അത് മാറ്റിയാണ്, ഇത് മാറ്റിയിട്ട് ഞാനിവിടെ വേരിയബിൾസ് യൂസ് ചെയ്യാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് പകരം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ പ്രിന്റിന്റെ അവിടെ ഡബിൾ കൊട്ടേഷൻ കളഞ്ഞിട്ട് വേരിയബിൾ യൂസ് ചെയ്യാണ്. ആദ്യത്തെ വേരിയബിൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ, പിന്നെ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഗുഡ് മോർണിംഗ് ജീന എന്ന് പറഞ്ഞു. ഈ നെയിമിൽ ഞാനിപ്പോൾ ഇവിടെ പേര് മാറ്റാണ്. ഞാനിവിടെ ലീന എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക, ഗുഡ് മോർണിംഗ് ലീന എന്ന് പറയും. അങ്ങനെ നമുക്ക് വേരി ചെയ്ത് വരണം. ഇതിന്റെ വാല്യൂ വേരി ചെയ്ത് വരാനാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നെയിം എന്ന് പറഞ്ഞാൽ ഇതൊരു വേരിയബിൾ ആണ്. വേരിയബിൾ മീൻസ് അതിന്റെ കണ്ടന്റ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നെയിം എന്ന് പറഞ്ഞാൽ വേരിയബിളിലെ ഒരു കണ്ടന്റ് ആണ് ലീന. ഇപ്പൊ നെയിം ഇസ് എ വേരിയബിൾ, ഇറ്റ് ഹോൾഡ്സ് ദ ഡാറ്റ ഒബ്ജക്ട് ലീന ആൻഡ് ഗ്രീറ്റ് ഓൾസോ എ വേരിയബിൾ. ഇതിൽ ഹോൾഡ് ചെയ്യുന്ന എന്താണ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇതിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഇത് പല ടൈപ്പാണ്. ഈ ഏത് ടൈപ്പ് ആണോ ഈ വേരിയബിളിലേക്ക് കൊടുക്കുന്നത് ആ ടൈപ്പ് ആയിരിക്കും വേരിയബിൾ. ഇപ്പൊ ഗ്രീറ്റ് എന്ന് പറയുന്നത് സ്ട്രിംഗ് വേരിയബിൾ ആണെന്ന് പറയും. നമ്മൾ ഡബിൾ കൊട്ടേഷനിലോ സിംഗിൾ കോട്സിലോ എന്തിട്ടാലും അത് സ്ട്രിംഗ് ആണെന്ന് പറയാം. അപ്പൊ നെയിം അതുപോലെ തന്നെ ഡബിൾ കൊട്ടേഷനിലായതുകൊണ്ട് നെയിം ഈക്വൽ ടു ലീന, ഈ ലീനയാണ് നെയിമിൽ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോൾഡ് ചെയ്യുന്ന ഈ ഡാറ്റ എന്താണ്, ലീന ഇസ് എ സ്ട്രിംഗ്. അതുകൊണ്ട് ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ടൈപ്പും സ്ട്രിംഗ് ആയിരിക്കും. അപ്പൊ ഇതാണ് വേരിയബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം. അപ്പൊ നമുക്ക് ഇതുപോലെ പ്രിന്റ് മൈ നെയിം ഈസ് ജീന എന്നുള്ളത് നമുക്ക് ആരുടെ പേര് കൊടുക്കുന്ന അവരുടെ പേര് വരണം. അപ്പൊ ജീന എന്നുള്ളിടത്ത് നമുക്കൊരു വേരിയബിൾ വെക്കാം. പിന്നെ എക്സ്പീരിയൻസ് എന്നുള്ളിടത്ത് ഐ ആം എ ടീച്ചർ, അപ്പൊ ഇവിടെ നമുക്കൊരു വേരിയബിൾ വെക്കാം. അപ്പൊ ടീച്ചർ ആവാം, അല്ലെങ്കിൽ മാനേജർ ആവാം, എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, അങ്ങനെയൊക്കെ മാറ്റി എഴുതാം. അപ്പൊ അത് വേരിയബിൾ ആക്കാം. പിന്നെ 30 എന്നുള്ളത് എക്സ്പീരിയൻസ് മാറി വരാം, അതുപോലെ സബ്ജക്റ്റ് മാറാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇതിന് ഞാൻ വേരിയബിൾ യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാം, മൈ നെയിം ഈസ് ജീന. അപ്പൊ ജീന എന്നുള്ളത് ഞാൻ നെയ്യം എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കൊടുക്കുന്നു. നെയ്യം എന്നുള്ളത് ഞാൻ ജീന, നെയ്യം ജീന. അത് കഴിഞ്ഞിട്ട് ടീച്ചർ എന്നുള്ളത് ഞാൻ വേറൊരു വേരിയബിളിലേക്ക് പ്രൊഫഷൻ ഈക്വൽ ടു ടീച്ചർ ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ടീച്ചർ വിത്ത് ഓവർ 30 years ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇയേഴ്സ്, നമുക്ക് ഒരു വേരിയബിൾ ഇയേഴ്സ് അണ്ടർസ്കോർ EXP. ഈ വേരിയബിൾസിന് പേര് കൊടുക്കുന്നതിന് കുറച്ച് നിയമമൊക്കെ ഉണ്ട്, അത് വഴിയാലെ പറഞ്ഞുതരാം. ഇയേഴ്സ് എക്സ്പീരിയൻസ് ഈക്വൽ ടു വാല്യൂ കൊടുക്കുക. അപ്പൊ ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ 30 ആയിരിക്കും. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളതും ഞാനൊരു വേരിയബിളിലേക്ക് കൊടുക്കാം. കാരണം ഇതൊക്കെ മാറി മാറി വരുന്നതാണ്, അത് വേരിയബിളിന്റെ ഉള്ളിൽ നേരിട്ട് എഴുതാതെ കൊടുക്കാം. അപ്പൊ നമ്മൾ സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് എപ്പോഴും ഡബിൾ കൊട്ടേഷനുള്ളിൽ കൊടുക്കണം. കമ്പ്യൂട്ടർ സ്പേസ് ENC കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇത്രയും വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഞാനിത് മാറ്റി എഴുതാണ്. മൈ നെയിം ഈസ്, അപ്പൊ നമുക്കിവിടെ ഒരു എഫ് സ്ട്രിംഗ് ഉണ്ട്. എഫ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ പ്രിന്റില് ഒരു എഫ് സ്ട്രിംഗ്, എഫ് ഡബിൾ കൊട്ടേഷനുള്ളിൽ മൈ നെയിം ഈസ്, ഈ ജീന എന്നുള്ളത് ഒരു വേരിയബിൾ ആയിട്ട് എഴുതുമ്പോൾ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ
ഞാൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ ഇതിന്റെ വേരിയബിൾ നെയിം എഴുതണ്ടേ, കാരണം നെയിമിൽ ഇപ്പൊ ജീനിയാണ്, എനിക്ക് നെയിമിൽ വേറെ വാല്യൂ കൊടുക്കുമ്പോൾ അത് വരണം. അപ്പോൾ ഞാനിവിടെ ഈ വേരിയബിളിന്റെ പേര് ദാറ്റ് ഈസ് നെയിം എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്ന ഐ ആം എ ടീച്ചർ. അപ്പൊ ടീച്ചർ എന്നുള്ളത് എൻ്റെ പ്രൊഫഷൻ ആണ്. അപ്പൊ ഞാൻ ഈ പ്രൊഫഷൻ പലർക്കും വേറെ പല പ്രൊഫഷൻ ആയിരിക്കും. അപ്പൊ അത് ആ വേരിയബിൾ ഏതാണ് എഴുതേണ്ടത്, പ്രൊഫഷൻ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വേരിയബിളിന്റെ പേര് പ്രൊഫഷൻ. അപ്പൊ പ്രൊഫഷൻ എന്നുള്ള കണ്ടന്റ് ആയിരിക്കും ഇവിടേക്ക് വരാം വിത്ത് ഓവർ 30 ഇയേഴ്സ്. അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് ഇതുപോലെ മാറി വരും. അത് കിടക്കുന്നത് ഇയേഴ്സ് അണ്ടർസ്കോർ നമ്മൾ എങ്ങനെ എഴുതി അതുപോലെ തന്നെ കേസ് സെൻസിറ്റീവ് ആണ്, ക്യാപിറ്റലും സ്മോൾ ഒക്കെ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ എഴുതാം. ഇയേഴ്സ് ഓവർ ഇയേഴ്സ് എക്സ്പീരിയൻസ്. അപ്പൊ വേരിയബിൾസ് കേളി ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പൊ അതിന്റെ വാല്യൂ ആയിരിക്കും, വേരിയബിൾസിൽ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും വരാം. ഇയേഴ്സ് എക്സ്പീരിയൻസ്, അപ്പോൾ 30 ആണെങ്കിൽ 30 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അതും ഒരു വേരിയബിൾ ആയതുകൊണ്ട് വാല്യൂ കൊടുക്കാണ്ട് വേരിയബിൾ. കമ്പ്യൂട്ടർ സയൻസ് വഴി കൊടുക്കുന്ന സബ്ജക്റ്റ്, ഇവിടെ ഞാൻ സബ്ജക്റ്റ് എന്ന് എഴുതുന്നു. സബ്ജക്റ്റ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ കേളി ബ്രാക്കറ്റ്സിലൊക്കെ നമ്മൾ ഈ വേരിയബിൾസിന്റെ പേര് കൊടുക്കുക. നെയിം, പ്രൊഫഷൻ, ഇയേഴ്സ്, AXP, പിന്നെ സബ്ജക്റ്റ്. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഈ ലൈൻസിന് ഞാൻ കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തതെങ്കിൽ ഉപയോഗിക്കുന്നതാണ് കമന്റ്സ്. കമന്റ് ഓപ്പറേറ്റർ ആണ്. കമന്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇങ്ങനെ എഴുതിയാൽ അത് ഇവിടെ കമന്റ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ ഇത്രയും ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൈ നെയിം ഈസ് ജീന. നെക്സ്റ്റ് ലൈനിലേക്ക് സ്ലാഷ്, അതുകൊണ്ട് നെക്സ്റ്റ് ലൈൻ ന്യൂ ലൈൻ ഓപ്പറേറ്റർ എന്ന് പറയും. ഐ ആം എ, ഈ പ്രൊഫഷൻ അവിടെ എന്താ വന്ന ടീച്ചർ, പ്രൊഫഷനിലുള്ള വാല്യൂ. ദെൻ വിത്ത് ഓവർ ഇയേഴ്സ് എക്സ്പീരിയൻസ്, അതിലെന്താ വാല്യൂ 30. അപ്പൊ ഇയേഴ്സ് എക്സ്പീരിയൻസ് 30 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഐ ആം എ ടീച്ചർ വിത്ത് ഓവർ 30 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ. സബ്ജക്റ്റിൽ എന്താ, ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്നത് വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസിൽ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ആണ് ഡിസ്പ്ലേ. കമ്പ്യൂട്ടർ സയൻസ്. ഇതാണ് നമുക്ക് എന്താ പറയുക വേരിയബിൾസിനെ കുറിച്ചുള്ളത്. അപ്പൊ വേരിയബിൾസ് ഈ ഡബിൾ കൊട്ടേഷനിലോ സിംഗിൾ കോട്ട്സിലോ ഇട്ടാൽ അതൊരു സ്ട്രിങ് ആണ്. അതേസമയം നമ്പേഴ്സ് ഡെസിമൽ ഇല്ലാത്ത നമ്പറിനെ പറയാ ഇൻറ്റീജർ, ഡെസിമലുള്ള നമ്പർ ആണെങ്കിൽ ഫ്ലോട്ട്. കൂടുതൽ വേരിയബിൾസും പ്രോഗ്രാമുമായിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എങ്ങനെയാണ് ഒരു പ്രിന്റ് ഫംഗ്ഷൻ എഴുതിയെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തത് പറഞ്ഞുതരാം.